ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhaShala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا في قرآنه الكريم: يا أيها الذين آمنوا لا تتخذوا آباءكم وإخوانكم أولياء إن استحبوا الكفر على الإيمان ومن يتولهم منكم فأولئك هم الظالمون. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله وتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ
നമ്മുടെ സ്നേഹത്തിന് ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകനോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ആദർശപരമായ ബാധ്യതയാണ്. ആ സ്നേഹത്തിന്റെ അഭാവത്തിൽ അള്ളാഹുവിന്റെ തന്നെ കോപത്തിന് നിങ്ങൾ ഇരയാകും. അള്ളാഹുവിന്റെ നടപടിയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. സൂറത്ത് തൗബയിൽ സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, ഹേ വിശ്വാസികളെ, കുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും. നബിയെ അവരോട് പറയുക, ഹേ വിശ്വാസി സമൂഹമേ, ഇൻകാന ആബാഉക്കും നിങ്ങളുടെ പിതാക്കന്മാർ ആണെങ്കിൽ, വ അബ്നാഉക്കും നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാർ, വ അംവാലു നിക്തറഫ്തുമൂഹ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നിങ്ങളുടെ സമ്പാദ്യം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ മുടങ്ങിപ്പോകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ബിസിനസ്, വ മസാകിന തർലൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ വീടുകൾ, ഇതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ കച്ചവടത്തെ, നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ, ഈ പറഞ്ഞ ആളുകളെ, ഈ പറഞ്ഞ വസ്തുക്കളെ അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ഫതറബ്ബസു നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഹത്താ യഅ്തിയല്ലാഹു ബി അംരിഹി അള്ളാഹു അവന്റെ നടപടി നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് വരെ അള്ളാഹുവിന്റെ നടപടിയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അള്ളാഹു ഒരിക്കലും അധർമ്മകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖ്. അധർമ്മകാരികളെ അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ താക്കീതിനെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് എന്ന് ഖുർആൻ നമുക്ക് മുമ്പിൽ ഒരു സംശയത്തിനിടയില്ലാത്ത വിധം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ തേട്ടം എന്താണെന്ന്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി ഞാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുവോളം, അവൻ എന്നെ സ്നേഹിക്കുവോളം, മിൻ വാലിദിഹി അവന്റെ മാതാപിതാക്കളെക്കാൾ, വ വലദിഹി അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ ഈ ലോകത്തുള്ള മറ്റ് മുഴുവൻ ആളുകളെക്കാൾ. മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഈ ലോകത്തെ മറ്റാരേക്കാളും എന്നെ സ്നേഹിക്കുവോളം, എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവോളം നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ പ്രവാചക സ്നേഹം ഹുബ്ബുർ റസൂൽ വിശ്വാസത്തിന്റെ തേട്ടമാണ്. നമ്മുടെ ഈമാനിന്റെ അനിവാര്യമായ താല്പര്യമാണ് പ്രവാചകനെ നാം എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഇതിലൊന്നും ആർക്കും തർക്കമില്ല. അള്ളാഹും അവന്റെ പ്രവാചകനും ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കെ ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ബാധ്യതയല്ല എന്ന് പിന്നെ ഇനി ആർക്കും പറയാൻ അധികാരമില്ല. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നാം ഓരോരുത്തരുടെയും വിശ്വാസപരമായ ബാധ്യതയാണ്, ആദർശപരമായ ഉത്തരവാദിത്തമാണ്, കടമയാണ്. ഒരു ഇളവും അക്കാര്യത്തിലില്ല. അക്കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിൽ തർക്കവുമില്ല, യാതൊരുവിധ സംശയവും ആർക്കും പിടികൂടിയിട്ടില്ല. പക്ഷേ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ ഹുബ്ബുർ റസൂൽ
പ്രവാചക സ്നേഹത്തിന്റെ രീതിശാസ്ത്രം അതെങ്ങനെയായി തീരണം എന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹം ഇനിയും ആദർശവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇനിയും ദിശാബോധം ഈ സമുദായത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന അവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിനോടും ഇസ്ലാമിനോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്, ആയിരിക്കണം. പരമമായ നമ്മുടെ സ്നേഹം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസി ഈ പ്രപഞ്ചത്തിൽ ഒന്നാമതായി അവന്റെ സ്നേഹം അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും അവന്റെ ആദർശത്തോടുമുള്ള ഒന്നാമത്തെ സ്നേഹം, അതാണ് മുൻഗണന. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ആദർശമായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ നബിയായി, തന്റെ നേതാവായി അംഗീകരിക്കുക, തൃപ്തിപ്പെടുക. അള്ളാഹുവിനോടും ഇസ്ലാമിനോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ താഴെ അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയുടെ, പടച്ചതമ്പുരാനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്, ദീനുൽ ഇസ്ലാമിനോടുള്ള കടപ്പാടിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കുന്നതും സ്നേഹിക്കേണ്ടതും. നേരെ തിരിച്ചുള്ള ഒരു പ്രകടനം, റസൂലിനോടുള്ള സ്നേഹം ഇസ്ലാമിനെ സ്നേഹിക്കാൻ നിമിത്തമാവുക എന്നുള്ളത്. പണ്ഡിതന്മാര് പറഞ്ഞു, ഫിക്റൻ വ കൗലൻ വ അമലൻ, ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഇസ്ലാമിനേക്കാൾ ഉപരിയായി റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് സംഭവിക്കാൻ പാടില്ല. ചിന്ത കൊണ്ടോ കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ ഇസ്ലാമിനേക്കാൾ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ച ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇല്ല എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന് ഇസ്ലാമിൽ നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചപ്പോൾ അള്ളാഹു അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തു ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്ത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബികും ഫമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ മാത്രമാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു നബിയല്ലാതെ വേറെ ആരുമല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു നബി മാത്രമാണ്, റസൂലാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില, അദ്ദേഹം മരിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ഇൻഖലബ്തും അലാ അഅഖാബികും, നിങ്ങൾ നിങ്ങളുടെ പിൻകാലികളിൽ മടങ്ങിപ്പോവുകയാണോ, നിങ്ങളുടെ ഈ ആദർശത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു നടക്കുകയാണോ, തിരിച്ചു പോവുകയാണോ, അങ്ങനെയുള്ളവർക്ക് പോകാം. ഫമൻ യൻഖലിബ് അലാ അഖബൈഹി, ആരെങ്കിലും അങ്ങനെ അള്ളാഹിന്റെ ദീൻ വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ അത്തരക്കാരുടെ പോക്ക് അള്ളാഹുവിന് ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നില്ല. ഫലൻ യദുറല്ലാഹ ശൈആ, അള്ളാഹുവിന് ഒരു പ്രയാസവും അത്തരം ആളുകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എന്തുകൊണ്ട് അവതരിച്ചു എന്ന് കൂടി നമ്മൾ പഠിക്കണം. എന്താണ് ഈ ആയത്തിന്റെ അവതരണ കാരണം? ഇങ്ങനെ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിക്കാൻ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, ഉഹുദ് യുദ്ധത്തിന് ശേഷം വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ച ആയത്താണ് 144-ാമത്തെ സൂറത്തു ആൽ ഇംറാനിലെ ഈ ആയത്ത്. പഠിക്കണം നിങ്ങൾ. ഉഹുദ് യുദ്ധം ഹിജറ 3-ാം വർഷത്തിൽ നടന്ന യുദ്ധമാണ്. ബദർ യുദ്ധത്തിലേറ്റ പരാജയത്തിന് പകരം ചോദിക്കാൻ ഹിജറ 3-ാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യവുമായി മദീനയിലേക്ക് പുറപ്പെട്ടു. ഈ വിവരം റസൂൽ അറിയുന്നു. റസൂൽ സഹാബികളുമായി കൂടിയാലോചിച്ചു. അവരെ നേരിടാൻ റസൂൽ പുറപ്പെട്ടു. ഇടയ്ക്കുണ്ടെന്ന് റസൂലിന്റെ സംഘത്തിൽ നിന്ന് 300ഓളം വരുന്ന മുനാഫിക്കുകൾ തിരിച്ചു പോന്നു. ബാക്കി 700 പേരടങ്ങുന്ന സംഘത്തെ കൊണ്ടാണ് റസൂൽ ഉഹുദിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഉഹുദിൽ യുദ്ധം നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് താഴ്വാരത്തിലെ മുസ്ലിങ്ങള് തമ്പടിച്ചിട്ടുള്ള, അവര് അണിനിരന്നിട്ടുള്ള, അതിനോട് പിന്നിലായിട്ടുള്ള ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിൽ 50 പേരെ പ്രവാചകൻ പ്രത്യേകം തെരഞ്ഞെടുത്തു. വില്ലാളി വീരന്മാരായ, നന്നായി അസ്ത്രമെയ്യാൻ അറിയാവുന്ന 50 പേരെ തെരഞ്ഞെടുത്തിട്ട് റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരണ്ട. നിങ്ങളുടെ ദൗത്യം ഈ മലഭാഗത്ത് നിന്ന് ശത്രു പിന്നിൽ നിന്ന് വന്നാൽ അവരെ നിങ്ങൾ അസ്ത്രമെയ്ത് പിന്തിരിപ്പിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും യുദ്ധക്കളത്തിലേക്ക് വരരുത്. എന്റെ കൽപ്പന കിട്ടിയിട്ടേ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് അനങ്ങാവൂ. യുദ്ധത്തിൽ ഞങ്ങൾ തോൽക്കാം, ഞങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടാം, വിജയിക്കാം, അത് നിങ്ങൾക്ക് പ്രശ്നമല്ല. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ഇവിടെ നിന്ന് ഈ മലഭാഗം വിട്ട് നിങ്ങൾ പോരരുത് എന്ന് കൃത്യമായി നിർദ്ദേശം കൊടുത്ത റസൂൽ അവരവിടെ നിർത്തിയിട്ട് പോന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. അള്ളാഹുവിന്റെ സഹായത്താൽ മുസ്ലിങ്ങൾ ജയിച്ചു തുടങ്ങി. 3000-ഓളം വരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകളുടെ പട തോറ്റോടുകയാണ്. അങ്ങനെ അവർ ഓടി, എല്ലാം യുദ്ധക്കളത്തിൽ ഇട്ടേച്ചുകൊണ്ട് അവരിങ്ങനെ ഓടുകയാണ്. അതോടുകൂടി മുസ്ലിങ്ങൾ ശത്രുവിനെ മദീനയുടെ അതിർത്തി കടത്തി ഓടിക്കേണ്ടതിന് പകരം കുറച്ചു ദൂരം ഓടിച്ചിട്ട് മുസ്ലിങ്ങൾ തിരിച്ചു വന്നിട്ട് അവർ യുദ്ധമുതലുകൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഗനീമത്ത് സ്വത്ത് പെറുക്കിയെടുക്കാൻ തുടങ്ങി. അവരുടെ ശ്രദ്ധ അതിലേക്ക് പതിഞ്ഞു. ഈ കാഴ്ച പ്രവാചകൻ മലഭാഗത്ത് നിർത്തിയിരുന്ന 50 പേരടങ്ങുന്ന സഹാബികൾ കണ്ടു. അവര് പറഞ്ഞു, ദാ ശത്രുക്കൾ പിന്മാറിയിരിക്കുന്നു, അവർ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഖാക്കൾ അതാ യുദ്ധമുതലുകൾ പെറുക്കിയെടുക്കുന്നു, നമുക്കും അതിൽ ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും മലഭാഗം വിട്ടു പോകാൻ തീരുമാനിച്ചു. അപ്പൊ റസൂല് അവർക്കൊരു നേതാവിനെ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, പോകരുത്. അള്ളാഹുവിന്റെ റസൂല് പോകരുതെന്ന് പറഞ്ഞിരിക്കെ നമ്മൾ ഇവിടം വിട്ടു പോകരുത്. അദ്ദേഹം ഒരുപാട് പറഞ്ഞു, പക്ഷെ അവരിൽ ഭൂരിപക്ഷവും കേട്ടില്ല. അവർ യുദ്ധക്കളത്തിലേക്ക് പോയി കളഞ്ഞു. അങ്ങനെ യുദ്ധമുതലുകൾ പെറുക്കിയെടുക്കുന്ന ശ്രദ്ധയിലേക്ക് അവർ വീണു. ഏതാനും ചില ആളുകൾ മാത്രമേ റസൂലിന്റെ കൽപ്പന പ്രകാരം അവിടെ നിന്നുള്ളൂ. ഈ ഒരു അവസ്ഥ ശത്രു സൈന്യത്തിലെ ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന സൈന്യാധിപൻ കാണുകയാണ്. മുസ്ലിങ്ങളെ തിരിച്ചടിക്കാൻ ഏറ്റവും പറ്റിയൊരു അവസരം മനസ്സിലാക്കിയ ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ ഖുറൈശികളുടെ ഓടിപ്പോയ ഒരു സംഘം മലയുടെ പിൻഭാഗത്തുകൂടെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അവരെ തടുക്കാൻ, പ്രതിരോധിക്കാൻ മലഭാഗത്ത് ആളില്ല. അങ്ങനെ പിന്നിൽ നിന്ന് പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ പകച്ചുപോയ മുസ്ലിങ്ങൾ അവർ ആയുധം വെച്ച് യുദ്ധമുതലുകളെ പെറുക്കിയെടുക്കുന്നതിനിടയിലാണ് പിന്നിൽ നിന്നുള്ള കനത്ത ആക്രമണം. അവരാകെ പകച്ചുപോയി. ശത്രുവിന്റെ കടുത്ത ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയെങ്കിലും അവർ പോരാടി നോക്കി. അപ്പോഴുണ്ട് ഖുറൈശികളുടെ ഓടിപ്പോയ സൈന്യം മുന്നിൽ നിന്ന് അവരും വരുന്നു. അങ്ങനെ 2 ഭാഗത്തു നിന്നും ഒരേ സമയം കനത്ത ആക്രമണം മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ ദയനീയ പരാജയമാണ് പിന്നീട് ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അള്ളാഹു കൊടുത്തൊരു വിജയത്തെ പ്രവാചകന്റെ കൽപ്പന ലംഘിച്ചതിന്റെ ഫലമായി അവസാനം അത് പരാജയത്തിൽ കലാശിക്കുകയാണ്. എങ്ങനത്തെ പരാജയം? 70 സഹാബികൾ അതിൽ കൊല്ലപ്പെട്ടു. 70ഓളം സഹാബികൾ രക്തസാക്ഷി ശുഹദാക്കളായി മാറി. ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ കരള് പിഴുതെടുത്ത് പറിച്ചെടുത്ത് ഹിന്ദ് കലി തീർത്തത് ഈ യുദ്ധത്തിലാണ്. എല്ലാവർക്കും പരിക്ക് പറ്റി. പരിക്കേൽക്കാത്ത ഒരു സഹാബിയും ഉഹുദിൽ ഉണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം. നബിയുടെ മുൻപല്ലുകൾ പൊട്ടി. പ്രവാചകന്റെ വായിൽ നിന്ന് ചോര വല്ലാതെ ധാരധാരയായി ഒഴുകി. റസൂലിനടക്കം കാര്യമായ പരിക്ക് പറ്റി വീണ് കിടക്കുക. എല്ലാവരും പരിക്ക് പറ്റി കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മുസ്ലിം സൈന്യത്തിനിടയിൽ ഒരു വാർത്ത കൂടി പ്രചരിച്ചു. ഫഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് മരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു വാർത്ത ഇരു തമ്പുകളിലും പ്രചരിക്കപ്പെട്ടു. ഖുറൈശികൾ വ്യാപകമായി പറഞ്ഞു വരുത്തി, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു, മുസ്ലിങ്ങളുടെ നേതാവ് മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, മുഹമ്മദ് കൊല്ലപ്പെട്ടു. ഈ വാർത്ത കൂടി കേട്ടതോടുകൂടി മുസ്ലിങ്ങൾ കൂടുതൽ അസ്വസ്ഥരായി മാറി. അവരാകെ അസ്വസ്ഥരായി. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അതോടുകൂടി അവർ വലിച്ചെറിയപ്പെട്ടു. പ്രവാചകൻ കൊല്ലപ്പെട്ടു, പ്രവാചകൻ മരിച്ചു എന്നൊരു വാർത്ത കൂടി ഉഹുദിൽ കേട്ടതോടുകൂടി. എന്ന് മാത്രമല്ല, ഈ വാർത്ത കേട്ടതോടുകൂടി മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞുപോയി, അല്ല, നബിയാണെങ്കിൽ എങ്ങനെ കൊല്ലപ്പെടും? അദ്ദേഹം കൊല്ലപ്പെടാൻ പാടില്ലല്ലോ, അദ്ദേഹം വിജയിക്കേണ്ട ആളല്ലേ, എന്തേ അദ്ദേഹം കൊല്ലപ്പെട്ടു?
വേറെ ചില ആളുകൾ പറഞ്ഞു, പ്രവാചകൻ മരിച്ചുവെങ്കിൽ, കൊല്ലപ്പെട്ടുവെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഇവിടെ നിന്ന് ഇസ്ലാമിന് വേണ്ടി പോരാടണം? നമുക്ക് അബൂ സുഫിയാനെ സമീപിച്ച് നമുക്ക് ക്ഷമ പറഞ്ഞ് നമ്മുടെ പഴയ പൂർവികരുടെ മതത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. നമുക്ക് അബൂ സുഫിയാനോട് മാപ്പ് പറഞ്ഞ് നമ്മുടെ പൂർവികരുടെ ആചാരത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ. നബി ഇല്ല എങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഇതിൽ നിന്ന് പണിയെടുക്കുന്നു? നമ്മൾ ഇനി എന്തിന് യുദ്ധം ചെയ്യുന്നു എന്ന് വരെ ചില ആളുകൾ പറഞ്ഞുപോയി. ആ പശ്ചാത്തലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിച്ചവർക്ക് മറുപടിയായിക്കൊണ്ട്, ഹേ മുസ്ലിങ്ങളെ, നിങ്ങൾക്കിതെന്ത് പറ്റി? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ. നിങ്ങൾക്കറിയില്ല ഈ പ്രവാചകൻ ആരാണെന്ന്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ മാത്രമാണ്. അഫ ഇമ്മാത ഔ കുതില, അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ ഇങ്കലത്തും അല അൽകാബിക്കും, നിങ്ങളെന്താ ഇങ്ങനെ? അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പ് അത് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. അവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരിൽ ചിലർ കൊല്ലപ്പെട്ടവരാണ്, ചിലർ സ്വാഭാവിക മരണം വരിച്ചവരാണ്. അതുപോലെ ഈ പ്രവാചകനും ചിലപ്പോൾ മരിക്കും. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇങ്കലത്തും അല അൽകാബിക്കും, നിങ്ങളെന്താ നിങ്ങളുടെ കാലിൽ മടങ്ങിപ്പോവുകയാണോ? അള്ളാഹുവിന്റെ റസൂല് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ വിട്ടിട്ട് ഉപേക്ഷിച്ചു പോവുകയാണോ? ഈ റസൂലിനെ കണ്ടിട്ടാണോ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്? ഇസ്ലാമിന് നിങ്ങൾ പണിയെടുക്കുന്നത് നബിയെ കണ്ടിട്ടാണോ? നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയുമാണോ സ്നേഹിക്കുന്നത്? അതല്ല ഈ പ്രവാചകനെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? നിങ്ങൾ ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോകുന്നുവെങ്കിൽ ഫമയ്യങ്കലിബ അലാ അക്ബൈഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ ഈ ദീനിൽ നിന്ന് പുറത്തു പോയാൽ ഒരു നഷ്ടവും അതുകൊണ്ട് അള്ളാഹുവിന് സംഭവിക്കുന്നില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ്. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവും അവന്റെ ദീനും, ആ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ഒരു ദൂതൻ മാത്രമാണ് അദ്ദേഹം. നിങ്ങൾ നിലകൊള്ളേണ്ടത് അള്ളാഹുവിന്റെ ദീനിലാണ്. അള്ളാഹുവിന്റെ ദീനിലാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് ഇന്നോ അല്ലെങ്കിൽ നാളെയോ മരിക്കും. അദ്ദേഹം മരിക്കുകയോ ഇനി കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹമില്ലാത്ത ദീനിൽ ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ദീനിനെ കൈയൊഴിഞ്ഞു പോകാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ പോകാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ അങ്ങനെ പോയാൽ ഫമയ്യങ്കലിബ അലാ അക്ബൈഹി ഫലയദുറല്ലാഹ ശൈആ എന്ന ഈ ആയത്ത് ഈ പശ്ചാത്തലത്തിലാണ് അവതരിച്ചത്. ഇതേ ആയത്ത് തന്നെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഓതേണ്ടി വന്നത്. ഒരു നിർണായകമായ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഈ ആയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സമൂഹത്തിനെ ആവർത്തിച്ച് കേൾപ്പിക്കേണ്ടി വന്നു. എപ്പോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുന്ന സന്ദർഭം. മരണത്തിന്റെ തൊട്ടു മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന് ഒരു കനത്ത പനി ബാധിച്ചു. പനി കൂടി. സഹാബികളൊക്കെ ആകാംക്ഷയോടെ മദീന പള്ളിയിൽ തടിച്ചുകൂടി. അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹിന്റെ പനിക്ക് അല്പം ശമനം വന്നു, പനി അല്പം കുറഞ്ഞു. എല്ലാവരും ആശ്വസിച്ചു. പ്രവാചകന്റെ പനി അല്പം കുറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര പുറപ്പെട്ടു, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം യാത്ര പുറപ്പെട്ട് ഏതാനും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും റസൂലിന്റെ പനി കൂടുകയും ആ പനിയുടെ കാഠിന്യത്തിൽ ആ സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് ആയിഷാ ബീവിയുടെ മുറിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്രയായി. പ്രവാചകൻ മരണപ്പെട്ടു എന്ന വാർത്ത മദീനയിൽ എങ്ങും ഒഴുകി. കേട്ടവർ വീണ്ടും മദീന പള്ളിയുടെ അങ്കണത്തിലേക്ക് ഒഴുകിയെത്തി. അള്ളാഹുവിന്റെ റസൂല് മരിച്ചു എന്ന വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ ചില ആളുകൾ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. വേറെ ചില ആളുകൾ ഇനിയും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ചില ആളുകൾ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല, റസൂൽ മരിക്കൂല, റസൂൽ അങ്ങനെ മരിക്കൂല. ആ കൂട്ടത്തിൽ ആര്? ഉമറുൽ ഫാറൂഖ്, അന്ത ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഫാറൂഖ്, സത്യാസത്യ വിവേചകൻ താങ്കളാണ് ഉമറേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ ഉമർ ഖത്താബ് അടക്കം റളിയല്ലാഹു അൻഹു അദ്ദേഹം അടക്കം പറഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഊരിപ്പിടിച്ച വാള് ഉറയിൽ നിന്ന് ഊരിയെടുത്തിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂല് മരിച്ചിട്ടില്ല,
എന്റെ പ്രവാചകൻ മരിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂല് മരിച്ചുവെന്ന് ആരെങ്കിലും ഇനി ഇവിടെ പറഞ്ഞാൽ ഈ വാളുകൊണ്ട് ഞാൻ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് റസൂല് മരിച്ചുവെന്ന് പറയുന്നവരെ ഉമർ റളിയല്ലാഹു അൻഹു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അള്ളാഹിന്റെ റസൂല് മരിക്കുക എന്നുള്ളത് ഓർക്കാൻ പോലും കഴിയാതെ, ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാതെ ഇങ്ങനെ വരെ ഉമർ പറയുകയാണ്. ഉമറിന്റെ വാക്ക് കേട്ടപ്പോൾ ആളുകളൊക്കെ ആശ്വസിച്ചു തുടങ്ങി. ഓ, അള്ളാഹിന്റെ റസൂല് മരിച്ചിട്ടില്ലല്ലോ. മൂസാ നബി അള്ളാഹുവിന്റെ അടുക്കലേക്ക് കുറച്ചു കാലത്തേക്ക് പോയതുപോലെ അള്ളാഹിന്റെ റസൂല് പോയിരിക്കുകയാണ്. ഇമ്രാന്റെ പുത്രൻ മൂസ പോയതുപോലെ റസൂല് തിരിച്ചു വരും, റസൂല് മരിച്ചിട്ടില്ല. ഇതേ വാക്കാണ് ഉമർ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണവാർത്ത അറിഞ്ഞ് യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിൽ വരുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, സഹാബികളൊക്കെ അസ്വസ്ഥരായി വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഉമറാണെങ്കിൽ ഊരിപ്പിടിച്ച വാള് ഉയർത്തി എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റസൂല് മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കുമെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ പ്രവാചകനെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു. ആയിഷാബിയുടെ മുറിയിലേക്ക് കടക്കാൻ അനുവാദം ചോദിച്ചു. മുറിയിൽ നിന്ന് മറുപടി വന്നു, ഇന്ന് റസൂലുള്ളാഹിന്റെ മുറിയിലേക്ക് കയറാൻ അനുവാദം വേണ്ടതില്ല. നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കിടത്തിയ മുറിയിലേക്ക് ചെന്നു. റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റി നോക്കി. അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട ഹബീബ്, തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. റസൂലിനെ കിടത്തിയിരിക്കുന്ന കട്ടിലിൽ മുട്ടുകുത്തിയിരുന്ന് റസൂലിന്റെ മയ്യത്ത് തന്റെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ നെറ്റിയിൽ ഒരു ചുംബനമർപ്പിച്ച് വീണ്ടും ആ തുണി ഇങ്ങനെ മൂടിയിട്ടിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. ഇനി അബൂബക്കർ എന്ത് പറയുന്നു എന്നറിയണം. റസൂലുള്ളാഹിന്റെ മരണത്തെപ്പറ്റി ഉമർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, റസൂൽ മരിച്ചിട്ടില്ല. അബൂബക്കർ എന്ത് പറയുന്നു? എല്ലാവരും അബൂബക്കറിന്റെ വാക്ക് കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചിട്ട് റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. ചരിത്രത്തിലെ പ്രൗഢോജ്ജലമായൊരു പ്രസംഗം എന്നാണ് ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ് മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ് ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. ഏ ജനങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും റസൂലിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ, മൻ കാന യഅബുദു മുഹമ്മദൻ, മുഹമ്മദ് നബിയെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നത്, ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ, ഫഇന്നഹു ഖദ് മാത്, ഇതാ അറിഞ്ഞോളൂ, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിരിക്കുന്നു, പ്രവാചകൻ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, അല്ല നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ച് ഇബാദത്ത് ചെയ്തതെങ്കിൽ, ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്, അവൻ മരിക്കാത്തവനാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇങ്ങനൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ട് സൂറത്തു ആൽ ഇംറാനിലെ 144 നേരത്തെ നമ്മൾ ഓതി ആയത്തില്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫ ഇമ്മാ തഅഖുതില ഇൻഗലബ്തും അലാ അകാബികും വമൻ യൻഗലിബ് അലാ അക്ബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ എന്ന സൂറത്തു ആൽ ഇംറാനിലെ ഈ ആയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളെല്ലാവരും കേൾക്കെ ഊതി കേൾപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്റെ വാൾ ഉറയിലേക്ക് ഇട്ടിട്ട്, അബൂബക്കറെ, ഇങ്ങനൊരായത്ത് ഖുർആനിൽ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി അബൂബക്കറെ, ഞാൻ വിസ്മൃതിയിലായിപ്പോയി ഇങ്ങനൊരായത്തിനെ കുറിച്ച്. അള്ളാഹുവിന്റെ റസൂൽ, അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ അള്ളാഹിന്റെ ദീൻ വിട്ടിട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലും മരിക്കാൻ സാധ്യതയുള്ള, റസൂലും മരണമാകുന്ന യാഥാർത്ഥ്യത്തിന് വിധേയനാകുന്ന വ്യക്തി തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ആ സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു എന്നാണ്. എന്താണ് ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്? മുസ്ലിങ്ങൾ ആരെങ്കിലും റസൂലിനെ ഇബാദത്ത് ചെയ്തിരുന്നോ? റസൂലിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നോ? ഇല്ല. എന്നിട്ടും എന്റെ അദ്ദേഹം അവിടെ നിന്ന് അങ്ങനെ ഒന്ന് പ്രസംഗിച്ചു, ഫമൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത്. ആരാണ് ഈ പറഞ്ഞത്? റസൂൽ ഏറ്റവും സ്നേഹിച്ച, എന്റെ വലങ്കയ്യാണെന്ന് റസൂൽ വിശേഷിപ്പിച്ച, ഭൂമിയിൽ എന്റെ ഏറ്റവും സ്നേഹിതൻ അബൂബക്കറാണ്, നാളെ സ്വർഗത്തിലും എന്റെ സ്നേഹിതൻ സിദ്ദീഖുൽ അക്ബറാണ് എന്ന് റസൂൽ പറഞ്ഞ, പ്രവാചകനിൽ ആദ്യമായി വിശ്വാസമർപ്പിച്ച പുരുഷൻ അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത്. എന്ത്? വമൻ കാന യഅബുദു മുഹമ്മദൻ,
നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇതാ അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു. ഫഇന്നഹു ഖദ് മാത്. പ്രവാചകനെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ ജനങ്ങളെ കേട്ടോളൂ, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഒരാളും അന്ന് റസൂലിനെ ആരാധിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടും എന്തേ അദ്ദേഹം അങ്ങനെ പറഞ്ഞു? അദ്ദേഹം മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അതിരുകടന്ന് ഉമർ ഖത്താബ് അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ, റസൂലിനെ നേരിട്ട് കണ്ട, റസൂലിൽ നിന്ന് ഇസ്ലാമിന്റെ തൗഹീദിന്റെ അധ്യാപനങ്ങൾ നേരിട്ട് പഠിച്ച ഇവര് തന്നെ ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ, നാളെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാത്ത, റസൂലിനെ കേൾക്കാത്ത, നേർക്കുനേരെ കേൾക്കാത്ത ആളുകൾ എന്തായിരിക്കും പ്രവാചകന്റെ പേരിൽ അവർ ചിന്തിച്ച് അവരുണ്ടാക്കിയെടുക്കുന്ന ആ കാര്യങ്ങൾ എന്ന ആ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന സകലമാന അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിവേരറുക്കുകയായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഒരു വലിയ വാക്കിലൂടെ ചെയ്തത്. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൽ ലാ യമൂത്. ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ ആ വാക്കിനെ വിശേഷിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും ഇസ്ലാമിക ഉമ്മത്ത് തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാകരുത്. ഇസ്ലാമിക ആദർശത്തിന്റെ ഒന്നാം ഭാഗം, ആ ഒന്നാം ഭാഗത്തിന് അതിന്റെ രണ്ടാം ഭാഗം ഒരു തടസ്സമാകരുത്. ഇസ്ലാമിക ആദർശത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ, രണ്ടാമത്തെ ഭാഗം മുഹമ്മദ് റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിക ആദർശത്തിന്റെ ഒന്നാം ഭാഗത്തിന് ഈ രണ്ടാം ഭാഗം ഒരു തടസ്സമായി, വിഘാതമായി മാറരുത്. ചരിത്രത്തിൽ പല പ്രവാചകന്മാരുടെ അനുയായികൾക്കും സംഭവിച്ചത് അവിടെയായിരുന്നു അബദ്ധം. റസൂല് തന്നെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനോടുള്ള സ്നേഹപ്രകടനം ചിലപ്പോ അതിരുകടന്നു പോയപ്പോ ചില സഹാബികളൊക്കെ റസൂല് തുപ്പിയാൽ റസൂലുള്ളാന്റെ തുപ്പലമെടുത്ത് അവർ ദേഹത്ത് തീർക്കുമായിരുന്നു എന്നാണ്. ചില സന്ദർഭത്തിലൊക്കെ തന്നോടുള്ള തന്റെ ശിഷ്യന്മാരുടെ സ്നേഹപ്രകടനം അതിരുകടന്ന വേളയിൽ റസൂൽ അവരോട് പറഞ്ഞു, ചരിത്രം രേഖപ്പെടുത്തി ഹദീസുകൾ പറഞ്ഞു, റസൂൽ പറഞ്ഞു, വലാ തത്റൂനി കമാ അത്തറത്തിൻ നസാറ ഈസബ്നു മറിയം ഫഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. എന്താണ് റസൂൽ പറഞ്ഞത്? ഫലാ തത്റൂനി കമാ അത്തറത്തിൻ നസാറ ഈസബ്നു മറിയം. ക്രിസ്ത്യാനികൾ ഈസബ്നു മറിയമിനെ വളച്ച് സ്നേഹിച്ചതുപോലെ, അദ്ദേഹത്തെ ക്രിസ്ത്യാനികളെ വളച്ചതുപോലെ എന്റെ അനുയായികളെ, ക്രിസ്ത്യാനികളെ യേശുവിനെ സ്നേഹിച്ച് എങ്ങനെയാണോ അവർ അദ്ദേഹത്തെ കൊണ്ടുപോയി ആക്കിയത്, നിങ്ങൾ എന്നെ അങ്ങനെ ആക്കില്ല കേട്ടോ. അവർ അദ്ദേഹത്തെ വളച്ചതുപോലെ എന്നെ നിങ്ങൾ വളക്കല്ലേ. നിങ്ങൾ പറയണം ഫഇന്നമാന അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ ഒരു ദാസനാണ്. ഫഖൂലു, നിങ്ങൾ പറയണം അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ അടിമയുമായ മുഹമ്മദ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എപ്പോഴും ആ ഒരു അടിത്തറയിൽ നിൽക്കണം എന്ന് പറയുകയാണ്. എന്തേ റസൂൽ ഇങ്ങനെ പറഞ്ഞു? എന്തേ റസൂൽ ഇങ്ങനെ പറഞ്ഞു? തന്നോടുള്ള ഹുബ്ബ്, തന്നോടുള്ള സ്നേഹം, ഹുബ്ബുർ റസൂൽ, മഹബ്ബത്തുർ റസൂൽ ഒരു സന്ദർഭത്തിലും അതിരുകടന്ന് ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്ത് തൗഹീദിന് വിഘാതമാകരുത് എന്ന പ്രവാചകന്റെ നിർബന്ധം. എല്ലാ പഴുതുമടിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അവസാനം മരണാസന്നനായി കിടക്കുന്ന വേളയിലും, മരണം കാത്ത് മരണാസന്നനായി കിടക്കുന്ന വേളയിലും ഈ സമുദായത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയ്യത്ത് എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വഫാത്തിന്റെ വേളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ബോധം ഇടയ്ക്കിങ്ങനെ ക്ഷയിക്കും, റസൂലിന് ബോധക്കേടുണ്ടാകും, ഇടയ്ക്കിങ്ങനെ ബോധം തെളിയും. അപ്പോ പ്രവാചകൻ ഒരു നേർത്ത മുണ്ട് തന്റെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചിടും. കുറച്ചു കഴിയുമ്പോൾ അസ്വസ്ഥനായി ആ മുണ്ട് റസൂല് തന്നെ മാറ്റും. പിന്നെയും റസൂൽ അത് മുഖത്തേക്കിടും, പിന്നെയും റസൂൽ അത് വലിച്ചു മാറ്റും. അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പുറത്തേക്ക് കേൾക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്തോ പറയുന്നു, പക്ഷേ ക്ഷീണത്താൽ അത് പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു വലിയ സന്ദേശം അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന് കൊടുക്കുകയാണ്. അതെന്താണെന്നറിയാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എന്റെ കാതുകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിനോട് അടുപ്പിക്കുമ്പോ
ഞാൻ കേട്ടത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ലിഅന്നഹും ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിം മസാജിദാ. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. കാരണം ഖദിത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിം മസാജിദാ, അവരവരുടെ അമ്പിയാക്കന്മാരുടെയും അവരുടെ പുണ്യപുരുഷന്മാരുടെയും ഖബറുകളെ പള്ളികളാക്കി, ആരാധനാലയങ്ങളാക്കി. അതുകൊണ്ട് അവർക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയണം. എന്നിട്ട് ആയിഷ ബീവി ഇങ്ങനെ കൂടി ചേർത്തു, ലൗലാ ദാലിക ലഅബ്റസ ഖബറഹു, അങ്ങനെ ഒരു ആശങ്ക ഇല്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറും പുറത്തേക്ക് തന്നെ ആക്കുമായിരുന്നു, പുറത്തേക്ക് തന്നെ ആക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖബറ് അനാവശ്യമായ കാര്യങ്ങൾ അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹിന്റെ ഖബറിനെ റസൂലുള്ള കിടന്ന മരിച്ചു വീണ ആ മുറിയിൽ തന്നെ അടക്കം ചെയ്യാൻ സഹാബത്ത് തീരുമാനിച്ചത് എന്നാണ്. തന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിലും മുൻഗാമികളായ അഹ്ലി കിതാബിന് സംഭവിച്ചതുപോലുള്ള അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കില്ലേ? എന്റെ ഖബറിന്റെ മേൽ നിങ്ങൾ പടുത്തുയർത്തല്ലേ? ഖബറുകളെ പള്ളികളാക്കിയ, മസാജിദുകളാക്കിയ ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എത്രയോ ഹദീസുകൾ ഇതിനു മുമ്പൊരു ഖുതുബയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഇനിയും ഞാനത് ആവർത്തിക്കുന്നില്ല. ഖബറുകളെ കെട്ടിപ്പൊക്കുന്നതിനെയും അതിന്റെ മേൽ കുമ്മായം പൂശുന്നതിന്റെയും ഖബറിന്റെ മേൽ എഴുതി വെക്കുന്നതിനെ, ഖബറിന്റെ മേൽ വിളക്ക് കത്തിക്കുന്നതിനെയും ഒക്കെ റസൂൽ തടഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണം? തൗഹീദിൽ നിന്ന് മനുഷ്യരെ വ്യതിചരിപ്പിക്കുന്നത് എപ്പോഴും ഈ ഖബറുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് തൗഹീദിൽ നിന്ന് ഈ സമുദായം വ്യതിചരിക്കുവാനുള്ള എല്ലാ പഴുതും അടച്ചുകൊണ്ട് ഈ ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു. പക്ഷെ ഇന്നെന്താണ് ഈ സമുദായത്തിന്റെ അവസ്ഥ? കഴിഞ്ഞ ഖുതുബയിൽ അവസാനിപ്പിച്ചത് അവിടെയാണ്, മഹാന്മാരുടെ മക്ബറ കെട്ടിപ്പൊക്കുന്നു എന്ന് മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിൽ നിന്നൊരു വാർത്ത, കോഴിക്കോട് ജില്ലയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പള്ളി പണിയാൻ പോവുകയാണ്. കേരളത്തിലെ ഒരു യാഥാസ്ഥിതിക വിഭാഗം, കേരളത്തിലെ ഒരു വലിയ വിഭാഗം, മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികളിൽ പെട്ട ഒരു വിഭാഗം, പ്രവാചകന്റെ ഒരു മുടി അവർക്ക് ലഭിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ഒരു മുടി, തിരുകേശം, അങ്ങനെ ആ മുടി സംരക്ഷിക്കാൻ വേണ്ടി ഒരു പള്ളി പണിയുന്നു കോഴിക്കോടിനടുത്ത് 12 ഏക്കറിൽ. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ വിശദമായ ഫോട്ടോ അടക്കം വാർത്തയുണ്ട്, വായിക്കണം നിങ്ങൾ. ആ പള്ളിയുടെ പേര് തന്നെ ഷഹറെ മുബാറക് എന്നാണ്. ഷഹറെ മുബാറക് ഗ്രാൻഡ് മസ്ജിദ്. ഷഹറെ മുബാറക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീത മുടി എന്നാണ്. റസൂലുള്ളാഹിന്റെ മുടി സംരക്ഷിക്കാൻ വേണ്ടിയും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രാർത്ഥിക്കുവാനും വേണ്ടിയുള്ള ഒരു സംവിധാനം. ഇന്ത്യയിൽ ഏറ്റവും വലിയ പള്ളി 40 കോടി രൂപ ചെലവഴിച്ചാണ് അത് പണിയാൻ പോകുന്നത്. എന്താണ് ആ പള്ളിയുടെ ആകർഷണം? ഷഹറെ മുബാറക്, തിരുകേശം, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഒരു മുടി കിട്ടിയിരിക്കുന്നു. പള്ളികൾ പണിയുന്നതിന്റെ മാനദണ്ഡത്തെ പറ്റിയും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷെ ഈ സമുദായത്തിൽ ഇങ്ങനെയും ചില വാർത്തകൾ കേൾക്കേണ്ടി വരികയാണ്. മരണപ്പെട്ടു പോയ പ്രവാചകന്റെ ഒരു മുടി വരെ, എന്നിട്ട് പറയുന്നത് അതിന് ഒരുപാട് താഴികക്കുടങ്ങളുണ്ട്, അതിലേറ്റവും നടുവിലത്തെ താഴികക്കുടത്തിന്റെ നടുവിലായിരിക്കും ഈ തിരുകേശം സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. വിശദമായ വാർത്തയുണ്ട് പത്രത്തിൽ. ഇങ്ങനെയാണോ ഹുബ്ബുർ റസൂൽ? ഇതാണോ പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്? ഇതല്ലേ ഒരു കാലഘട്ടത്തിലെ അഹ്ലി കിതാബിനെ നശിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ പഠിപ്പിച്ചത്? കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ തന്നെ ആ മുടിമുക്കിയ വെള്ളം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കൂട്ടിച്ചേർക്കട്ടെ, ആ മുടിയെപ്പറ്റി കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന EK വിഭാഗം സുന്നികൾ അവരാ മുടിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്തിട്ട് ബഹുമാനനായ AP അബൂബക്കർ മുസ്ലിയാരെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നാണ്. ആ മുടിയുടെ സിൽസില വിശദീകരിക്കണം അബൂബക്കർ മുസ്ലിയാർ എന്ന് അവരിങ്ങനെ അദ്ദേഹത്തോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ആ മുടി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിയ പരമ്പര
അത് അദ്ദേഹം വിശദീകരിക്കണം. ഇത് കള്ളത്തരമാണ്, ഇത് വ്യാജമാണ്. ആ മുടി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്ന സിൽസില പരമ്പര ഏത് വഴിയിലൂടെ, ഏത് കൈകളിലൂടെ വന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കണം എന്ന് മറുവിഭാഗം അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയോ തെറ്റോ അതല്ല ഇവിടെ പ്രശ്നം. ആ ഒരു തർക്കം അവിടെ നടക്കട്ടെ. അത് ഈ സമുദായത്തിന് പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം ഒരു പ്രവാചകന്റെ മുടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു പള്ളിക്ക് പേരിട്ടുകൊണ്ട് തന്നെ ഷെഹറെ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുടിയെ മുൻനിർത്തിക്കൊണ്ടൊരു പള്ളി പണിയുന്ന അവസ്ഥ ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ്. അതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ ഒരു ഖുത്ബ എനിക്ക് നിർവഹിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഹുബ്ബുർ റസൂൽ ഏത് തരത്തിലായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൗഹീദിന് വിഘാതമാകാത്ത രൂപത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണത്തിനുതകുന്ന രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم عباد الله ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم ارض عن الأربعة الخلفاء الراشدين المهديين اللهم ارض عن أمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات طيب ثراهم وجعل الجنة مأواهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ورحمنا بأنواع رحمتك يا أرحم الراحمين اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين اللهم اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا وأمراض والدينا يا رب العالمين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اعز الإسلام والمسلمين وأذل الكفر والكافرين وأذل النفاق والمنافقين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.